കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ഇ ഡി. മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ബിനാമി ഇടപാട് രേഖകൾ ഇ ഡിക്ക് ലഭിച്ചു. ഒളിവിൽ കഴിയുന്ന അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് 15 കോടിയുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനഘ നരിക്കുനി ചേരുന്നുണ്ട്. അനഘ, ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുകയാണ്. ബിനാമി ഇടപാടിന്റെ രേഖകൾ ഇ ഡിക്ക് ലഭിച്ചുവെന്നാണ് അറിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, തീർച്ചയായും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിൽ പിടിച്ചെടുത്ത വസ്തുവകകളുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 9 ഇടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. 150 കോടി രൂപയിലേറെ വരുന്ന തുകയുടെ വെട്ടിപ്പാണ് ബാങ്കിൽ നടന്നതെന്നൊരു കാര്യം ഇ ഡി വ്യക്തമാക്കുന്നു. അതിൽ സുനിൽകുമാറിന്റെ വീട്ടുവളപ്പിൽ നിന്ന് 800 ഗ്രാം, ഏകദേശം 100 പവൻ സ്വർണവും 5.5 ലക്ഷം രൂപയും കണ്ടെടുത്തു. അതുപോലെ തൃശ്ശൂരിലെ ഗോസായിക്കുന്നിലെ എസ് ടി ജ്വല്ലറി ഉടമയാണ് ഇദ്ദേഹം എന്നൊരു കാര്യം കൂടെ ഇ ഡി വ്യക്തമാക്കുന്നു. സുനിൽകുമാറിന്റെ വസതിയിലും അതുപോലെ തന്നെ ജ്വല്ലറിയിലും കഴിഞ്ഞ ദിവസവും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. പ്രധാന പ്രതികളിലൊരായിട്ടുള്ള സതീശന് ഈ ജ്വല്ലറിയുമായി നേരിട്ട് നിക്ഷേപമുണ്ടെന്നുള്ളൊരു വിവരം ഇ ഡിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ഇതിനു പുറമെ അനിൽകുമാറിൽ നിന്ന് 15 കോടി രൂപ വിലമതിക്കുന്ന 5 വസ്തുവകകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ദീപക് എന്ന വ്യക്തിയുടെ താമസ സ്ഥലത്ത് നിന്ന് 5 കോടി രൂപ വിലമതിക്കുന്ന 19 രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമുക്കറിയാം, ഈ ഒരു കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ തൃശ്ശൂരിലും കൊച്ചിയിലും ഒക്കെയായി റെയ്ഡ് നടത്തുകയായിരുന്നു ഇ ഡി. ഇതിലാണിപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് രേഖകൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ബാങ്കിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇ ഡി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ് അനഘ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ്. ഇതിന്റെ വിവരങ്ങളാണ് ഇതിൽ ഇ ഡിയുടെ റെയ്ഡിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അനഘ നരിക്കുനി നമുക്ക് നൽകിയത്.